ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലി PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ചെറിയൊരു ഇൻഫർമേറ്റീവ് ഡാറ്റ നിങ്ങളെ പാസ് ചെയ്യാൻ വേണ്ടിയാണ്. LDC എക്സാമൊക്കെ എഴുതാൻ പോകുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ 2018-2022 PSC അവസാനമായിട്ട് LDC എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവയുടെ നിയമന നിലയും അവയുടെ കട്ട് ഓഫും ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു റാങ്ക് ലിസ്റ്റുണ്ട്. 2022 വന്ന റാങ്ക് ലിസ്റ്റ് 2025 ഓഗസ്റ്റ് മാസത്തോടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പോൾ നടക്കാൻ പോകുന്ന എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് വാലിഡിറ്റി ആവുന്നത്. അപ്പം നമ്മൾ അറിയേണ്ടത് ആ റാങ്ക് ലിസ്റ്റ് നമ്മുടെ ലേറ്റസ്റ്റ് 2022 റാങ്ക് ലിസ്റ്റിലുള്ള നിയമന നില എത്രയാണ്, അവയുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകളാണ്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റുകളാണ്. ഇമ്പോർട്ടൻറ്റ് മീൻസ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് തിരുവനന്തപുരം LD ക്ലർക്കിൻ്റെ നിയമന നിലയും അവയുടെ കട്ട് ഓഫാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് നിലവിൽ ഏറ്റവും നോക്കേണ്ടത് 2018 LDC. 2018 ഒരു LDC റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ 2022 ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൽ PSC നടത്തിയ എക്സാമുകൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു. കാരണം 2018 ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈസി മീൻസ് നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു, എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ 2022 വന്നപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ നിലവാരം നല്ലപോലെ മാറിയിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് അതിൻ്റെ കട്ട് ഓഫിൽ മാറ്റമുണ്ട്. 2018 നടത്തിയ LDC എക്സാമിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 76.33 മാർക്കായി നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടേത്. 76.33 മാർക്കായിരുന്നു തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ്. പക്ഷേ ഇത് 2022 LDC എക്സാം ആയപ്പോൾ 52.67 മാർക്കായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇത് കുറയാൻ കാരണം എക്സാമിൻ്റെ ടഫ്നെസ് തന്നെയാണ്. അപ്പം നിങ്ങളിപ്പം നോക്കേണ്ടത് എന്താണ്, ഇനി എഴുതാൻ പോകുന്ന LDC എക്സാമിന് കരുതി കൂട്ടി എന്താണ് മനസ്സിലൊരു കട്ട് ഓഫ്, 60+ കട്ട് ഓഫ് വരും, 75+ കട്ട് ഓഫ് വരും, അങ്ങനെ ഒരു ചിന്തയോടും പോയിന്ന് എക്സാം എഴുതരുത്. അത് നിങ്ങളെ കുഴിയിലേക്ക് ചാടിക്കത്തേ ഉള്ളൂ. അപ്പം ക്വസ്റ്റ്യൻ്റെ നിലവാരം മാറുന്നതനുസരിച്ച് എക്സാമിൻ്റെ കട്ട് ഓഫ് മാറും. ക്വസ്റ്റ്യൻ്റെ നിലവാരം നല്ല റേഞ്ച് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കട്ട് ഓഫ് ചിലപ്പോൾ 40 താഴെ പോകാനും സാധ്യതയുണ്ട്. പക്ഷേ നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻസ് വന്നാൽ കട്ട് ഓഫ് 80 മേലിൽ പോകാനും സാധ്യതയുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ്റെ നിലവാരം അനുസരിച്ചിരിക്കും നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഒരു മുൻവിധിയോടെ പോയിരുന്ന് എക്സാം എഴുതി കഴിഞ്ഞാൽ എന്താണ് ആവശ്യമില്ലാത്ത നെഗറ്റീവ്സ് വാരിക്കൂട്ടിക്കൊണ്ട് വീട്ടിൽ വരാനേ പറ്റൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. 2018 76 മാർക്കായിരുന്നു കട്ട് ഓഫ്, 2022 52 മാർക്കായിരുന്നു കട്ട് ഓഫ്. നമുക്കിനി ഇതിൻ്റെ നിയമന നില നോക്കാം. 2022 റാങ്ക് ലിസ്റ്റ് നോക്കാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ 2022 റാങ്ക് ലിസ്റ്റ്. ഇതാണ് നമ്മുടെ LDS വേരിയസിൻ്റെ കഴിഞ്ഞ വർഷത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ലിസ്റ്റ് എന്ന് പറയണം. റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 207/2019. 207/2019 ഇതിൻ്റെ കാറ്റഗറി നമ്പർ. റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് 2022 ഓഗസ്റ്റ് 1 തീയതിയാണ്. അതായത് 2025 ഓഗസ്റ്റ് മാസം വരെ, ഓഗസ്റ്റ് 1 വരെ ഈ റാങ്ക് ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും. അതായത് ഇനി ഏകദേശം ഒരു വർഷം കൂടി, ഒരു വർഷം അടുപ്പിച്ച് ഇനി റാങ്ക് ലിസ്റ്റ് വാലിഡിറ്റി ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞായിരിക്കും നമ്മുടെ ഇപ്പോൾ പരീക്ഷ നടക്കാൻ പോകുന്ന എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് പുതുതായിട്ട് വരാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ നിയമനം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2018 PSC അയച്ച ടോട്ടൽ അഡ്വൈസ്, അതായത് 2018 ലിസ്റ്റിൽ അന്ന് കാലാവധി കഴിഞ്ഞ ലിസ്റ്റിൽ PSC അയച്ച ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 1430 ആണ്. 1430 പക്ഷേ 2022 PSC റാങ്ക് ലിസ്റ്റ് ഇട്ടത് തന്നെ 1438, 41 പേരെ ഇട്ട് 38 പേരുടെ റാങ്ക് ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. അപ്പം 1438 പേരുടെ റാങ്ക് ലിസ്റ്റാണ് 2022 ഇട്ടത്. അതായത് 2018 റാങ്ക് ലിസ്റ്റിന് എത്ര നിയമനം നടന്നു, എത്ര അഡ്വൈസ് പോയി, അതനുസരിച്ചാണ് 2022 റാങ്ക് ലിസ്റ്റ് ഇട്ടത്. ഈ പ്രാവശ്യം അങ്ങനെ തന്നെ നോക്കിയാൽ മതി. അതായത് ഈ വർഷം എത്ര നിയമന നില നടന്നു, ഈ വർഷം ഇനി ഏകദേശം എത്ര നിയമനം നടക്കും എന്നൊരു ഐഡിയയിലായിരിക്കും അവർ റാങ്ക് ലിസ്റ്റ് ഇടാൻ പോകുന്നത്. അത് നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഒരു 1000+ വേക്കൻസി നമുക്ക് ഷുവറായിട്ട് ഉറപ്പിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ 2022 റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. 1ാം റാങ്ക് നേടിയത് ആനന്ദ് ആറാണ്. അതുപോലെ നമുക്ക് എത്ര പേര് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടെന്ന് നോക്കാം. 1438 പേരുടെ റാങ്ക് ലിസ്റ്റാണ് PSC അന്ന് ഇട്ടിട്ടുള്ളത് മെയിൻ ലിസ്റ്റിൽ. പിന്നെ അതനുസരിച്ചുള്ള സപ്ലിമെൻ്ററി ലിസ്റ്റും ഉണ്ടായിരുന്നു. അന്നത്തെ കട്ട് ഓഫ് 2022 കട്ട് ഓഫ് 52.67 മാർക്കായിരുന്നു. നമുക്ക് 67. നമുക്കിനി ഇതിൻ്റെ നിയമന നില എത്രയും നോക്കാം. അതായത് ഓരോ കാറ്റഗറി വൈസ് എത്ര പേർക്കാണ് അഡ്വൈസ്, എത്ര റാങ്ക് ഉള്ളവർക്കാണ് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ 2022 നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ നിയമന നില എന്ന് പറയുന്നത്. ലോവർ ഡിവിഷൻ ക്ലർക്ക് വേരിയസ് 1/8/2022 വന്ന റാങ്ക് ലിസ്റ്റാണ്.
832 അഡ്വൈസാണ് നിലവിൽ ഇതുവരെ പോയിട്ടുള്ളത്. അതായത് 2 വർഷം കൊണ്ട് 832. ഇതിൽ നമ്മുടെ റിട്ടയർമെൻറ്റ് വേക്കൻസി നിലവിൽ ആഡായിട്ട് ഇല്ല. അതൊരു ഏകദേശം ഒരു 100ഓളം വേക്കൻസികൾ വരും. ഓക്കെ, നമ്മുടെ മെയ് മാസത്ത് കഴിഞ്ഞ റിട്ടയർമെൻറ്റ് വേക്കൻസി അതിന് നമ്മുടെ പ്രൊമോഷൻ ലിസ്റ്റ്, ഓക്കെ, പഞ്ചായത്തിൻ്റെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ പ്രൊമോഷൻ ലിസ്റ്റ് ഇറങ്ങിയതിന് ശേഷമായിരിക്കും അവ അപ്ഡേറ്റ് ആകുന്നത്. ഏകദേശം ഒരു 100+ വേക്കൻസി കാണും. തിരുവനന്തപുരം ജില്ലയായിട്ട് വലിയൊരു ജില്ലയല്ലേ, ഒട്ടുമിക്കൽ ഓഫീസുകൾ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൊമോഷനല്ല നല്ലൊരു റിട്ടയർമെൻറ്റ് വേക്കൻസി വരാൻ സാധ്യതയുണ്ട്. 100+ വേക്കൻസികൾ കാണാൻ സാധ്യതയുണ്ട്. ഓക്കെ, ചാൻസാണ്, 100+ കാണും, ഉറപ്പാണ്. അപ്പോൾ ഏകദേശം ഒരു 932, ഓക്കെ, 32 വേക്കൻസികൾ പോകും. പിന്നെ ഇനിയൊരു എന്താണുള്ളത്, ഇനിയൊരു ഏകദേശം 1 വർഷത്തോളം ഉണ്ട് ലിസ്റ്റിന് കാലാവധി. അപ്പോഴും നമുക്കൊരു 200-300 വേക്കൻസി, ആ 300 വേക്കൻസി ആ കാലഘട്ടത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ പോയാലും 1300, ഓക്കെ, ഏകദേശം 1300 പേരുടെ വേക്കൻസി നിയമനം നടക്കുമെന്ന്, 1300 പേർക്ക് അഡ്വൈസ് പോകുമെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ അതനുസരിച്ചായിരിക്കും 1300, 1400 ആ ഒരു റേഞ്ചിലായിരിക്കും നമ്മുടെ പുതിയ 2025 വരാൻ പോകുന്ന, ഇപ്പോൾ പരീക്ഷ നടക്കാൻ പോകുന്ന എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇടാൻ പോകുന്നത്. അപ്പം അതനുസരിച്ച് വലിയൊരു ലിസ്റ്റ് തന്നെ, കാരണം തിരുവനന്തപുരം ജില്ല വലിയ ജില്ലയാണ്, അതുകൊണ്ട് അതനുസരിച്ചുള്ള ലിസ്റ്റ് തന്നെ ഇടാൻ സാധ്യതയുണ്ട്. നമുക്കിനി ഓരോ കാറ്റഗറി വൈസും നിയമന നില നോക്കാം. നമ്മുടെ OC കാറ്റഗറി നമ്മൾ ടോട്ടൽ എത്ര 332, ഓക്കെ, 832 അഡ്വൈസാണ് പോയിട്ടുള്ളത്. അതിൽ OC കാറ്റഗറിക്കാരൻ 511 റാങ്കുള്ള ഓപ്പൺ കാറ്റഗറിയിലുള്ളവർക്ക്, അതായത് ഒരു റിസർവേഷനും ഇല്ലാത്ത ഓപ്പൺ കാറ്റഗറിയിലുള്ളവർക്ക് 511 റാങ്കുകാരന് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈഴവ കാറ്റഗറി ആണെങ്കിൽ 551, വലിയ മെച്ചമൊന്നുമില്ല. SC ആണെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലെ 31 റാങ്കുകാരന് വരെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ST വിഭാഗത്തിനാണെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലെ 17 റാങ്കുകാരന് വരെ ജോലി അഡ്വൈസ് പോയിട്ടുണ്ട്. മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ 703 റാങ്കുകാരന് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. അതുപോലെ LC ലാറ്റിൻ കാത്തലിക് അഥവാ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗക്കാർക്കാണെങ്കിൽ 772 റാങ്കുകാരന് വരെ PSC അഡ്വൈസ് അയച്ചിട്ടുണ്ട്. ഓക്കെ, 772. അതുപോലെ തന്നെ OBC അതർ ബാക്ക്വേർഡ് ക്ലാസ്സിന് 547, വലിയ മെച്ചമില്ല. ഓക്കെ, ഓപ്പൺ കാറ്റഗറി 511 പോയത്. വിശ്വകർമ്മ വിത്ത് നോസിയാണ് 506 റാങ്കുകാരന് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ SIUC 632 റാങ്കുകാരന് വരെ നിയമനം ലഭിച്ചിട്ടുണ്ട്. ഹിന്ദു നാടാർ 550, SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 4 റാങ്കുകാരന് 1353 റാങ്കുകാരന്. അതിന് LPEBT 236 റാങ്കുകാരന് വരെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ തിരുവനന്തപുരം LDCയുടെ നിയമന നിലയെന്ന് പറയുന്നത്. അത്യാവശ്യം കഴിഞ്ഞ വർഷം മുൻ ലിസ്റ്റിനേക്കാളും നിയമന നില സ്വാഭാവികമായിട്ട് കുറഞ്ഞ് തന്നെയാണ് പറഞ്ഞത്. കാരണം അത് എല്ലാ ലിസ്റ്റിനും, ഏത് റാങ്ക് ലിസ്റ്റ് എടുത്താലും നിയമന നില സ്വാഭാവികമായിട്ടും കുറഞ്ഞ് വരുന്നുണ്ട്. പക്ഷേ വലിയ കുറവെന്ന് പറയാനും പറ്റില്ല. ഓക്കെ, ഒരു 1300-400 പേരുടെ റാങ്ക് ലിസ്റ്റ് ഇടുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. 1300+ നിയമനങ്ങൾ നടക്കുമെന്നാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലും പ്രതീക്ഷിക്കുന്നത്. കാരണം ഇനി 1 വർഷത്തെ വേക്കൻസി ഉണ്ട്, ഒരു റിട്ടയർമെൻറ്റ് വേക്കൻസി വരാനുമുണ്ട്. അപ്പോൾ അതനുസരിച്ച് നല്ലൊരു നിയമന നില നടക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ തിരുവനന്തപുരം എക്സാം എഴുതാൻ പോകുന്നവർ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്.